ആശാനെ നമുക്ക് രാത്രി മോട്ടിക്കാൻ കയറണ്ടേ? ഓ ശരി, ഞാൻ പണ്ട തന്നെ ആശാൻ രാത്രി ആയിരിക്കും മോട്ടിക്കാൻ പഠിപ്പിച്ചത്. ആശാനെ നമ്മളെ കൂടുതലുള്ളവനെ കാണുന്നില്ല. എന്താണ് അങ്ങോട്ട് ഇവനെ കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ. നാളെ വിളിച്ചു നീ എന്താ ചന്ദനക്കുറിയിട്ടൊന്നും ആദ്യമായിട്ട് മോട്ടിക്കാൻ പോയില്ല, അപ്പൊ തൊഴുതിട്ട് മോട്ടിക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇവനെയൊക്കെ കൊണ്ടാണല്ലേ ഞാൻ വിളിച്ചത്. ഇതാണ് വീട്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് നമ്മൾ 3 പേരും ജാഗരൂകരായിരിക്കണം. അപ്പത്താളൊന്നും കാണിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ ഒരു സാധനം തരും. ഇതാണ് എണ്ണ. ഈ സാധനം ഒരു കയ്യിൽ മാത്രം തേക്കണം. ആര് പിടിക്കാൻ വന്നാലും ഈ കൈ മാത്രം കാണിച്ചു കൊടുക്കണം. അപ്പൊ അവര് വഴുതി അങ്ങ് പൊക്കോ. കുണ്ണി തേച്ചല്ലേ, കൈ തേക്കണം. പണി കിട്ടുമല്ലോ നീ. എണ്ണ ഭയങ്കര വിലയാണ്. ഞാനാണ് ആശ, ഞാനാണ് ഫ്രണ്ടിൽ പോകാൻ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ വീട് മൊത്തം ഒന്ന് ചുറ്റി കണ്ടിട്ടോ. അബദ്ധങ്ങളൊന്നും കാണിക്കല്ലേ. പിന്നെ ഒരു അബദ്ധം നമ്മളെ കാണിക്കൂല അല്ലേ? പിന്നെ ആശ്രമം പോട്ട് നമ്മൾ കുറഞ്ഞ് നോക്കിയോളാം. അവന് ബ്രേക്കപ്പ് കിട്ടിയെന്ന് തോന്നടാ. അവൻ പെണ്ണിനെ വിളിച്ച് കരയുന്നതാ. എനിക്കും എന്റെ പെണ്ണിനെ ഓർമ്മടാ. ഞാൻ പെരുക്കെട്ട്. എടാ ആശാനെ കാണുന്നില്ലല്ലേ? എന്ത് എന്തെന്നാ പെടുക്കാൻ വന്നെടുത്ത് ആരാത്? അയ്യേ, ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചാൽ കിളവിക്ക് സീരിയല് കാണാൻ പറ്റിയ ഒരു സമയം. ആശാനെ എവിടെയാടാ? ഇങ്ങനെ നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നു. ഇതാ അയ്യോ 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 ഇത് ഞാനല്ല. അയ്യോ സോറി അമ്മ ഈ കൈ പിടിക്കോ. അങ്ങോട്ട് ഇതിന്റെ കൂടെ ഈ കൈ പിടിക്കല്ലേ. ഇത് പിടി, ഇതിലാവുമ്പോ തെന്നു. അപ്പൊ മറ്റേ സോറി അമ്മ. എന്റെ ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു. ബഹളമൊക്കെ കേൾക്കുന്നില്ല. ഒരു പടക്കടം